ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസും ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയുടെ പേരെന്ത്? ഉത്തരം മറിയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനികൾ ആരെയാണ് അന്വേഷിച്ചത്? ഉത്തരം ഈശോയെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഉത്തരം പഞ്ചഗ്രന്ഥി. നാലാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഉത്തരം അന്വേഷിച്ചു വരുന്ന ദൈവം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തിരുനാളിന്റെ പേരെഴുതുക. ഉത്തരം ക്രിസ്തുമസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കാലിത്തൊഴുത്തിൽ ജനിച്ചതാരാണ്? ഉത്തരം ഈശോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ഓർമ്മയ്ക്കായാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? ഹെറോദോസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വധിച്ചു. ആ വധിച്ച കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. 8, പാപത്തിന്റെ ഫലം എന്ത്? പാപം സന്തോഷമില്ലാതാക്കുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്കിലെ മരണം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. പാപത്തിന്റെ ഫലം മരണം എന്നും പറയാം. ടെക്സ്റ്റ് ബുക്കിലെ പാപം സന്തോഷമില്ലാതാക്കുന്നു എന്നാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നാം ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പേരെന്ത്? ഉത്തരം കർത്താവിന്റെ മാലാഖ. 10, ദൈവം ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്? ഉത്തരം ദൈവത്തിന്റെ. ഈ 10 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 20 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ പൂരിപ്പിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ ജനിച്ചതിന്റെ ഓർമ്മയ്ക്കായി നാം ഡാഷ് നിർമ്മിക്കുന്നു? ഉത്തരം പുൽക്കോട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധ കന്യകാമറിയം താമസിച്ചിരുന്ന പട്ടണമാണ് ഡാഷ്? ഉത്തരം നസ്രത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാം ഡാഷ് ചെയ്യുമ്പോൾ ദൈവം വേദനിക്കുന്നു? ഉത്തരം പാപം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആദവും ഹവയും ഡാഷ് തോട്ടത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു? ഉത്തരം ഏദേൻ തോട്ടത്തിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ആണ് ദൈവത്തിന്റെ ഛായ? ഉത്തരം സ്നേഹം. ഈ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം പറയുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, പാപം ചെയ്ത് അകന്നു പോയ ആദ്യ മാതാപിതാക്കളോട് ദൈവത്തിന് എന്താണ് തോന്നിയത്? ബ്രാക്കറ്റ്, കരുണ, വെറുപ്പ്, കോപം. ഉത്തരം കരുണ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഏദൻ തോട്ടത്തിനു പറയുന്ന മറ്റൊരു പേര് എന്താണ്? ബ്രാക്കറ്റ്, പറുദീസ, പൂന്തോട്ടം, ജെറുസലേം. ഉത്തരം പറുദീസ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ ജനനത്തിൽ അസ്വസ്ഥനായത് ആരാണ്? ബ്രാക്കറ്റ്, ആട്ടിടയർ, സത്രം സൂക്ഷിപ്പുകാരൻ, ഹെറോദോസ്. ഉത്തരം ഹെറോദോസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ ആരാണ്? ബ്രാക്കറ്റ്, ഈശോ, യൗസേപ്പ്, ആദം. ഉത്തരം ഈശോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ആദവും ഹവയും ചെയ്ത പാപം? ബ്രാക്കറ്റ്, ദൈവത്തെ മറന്നു, ദൈവസ്നേഹം നിരസിച്ചു, ദൈവകൽപ്പന ലംഘിച്ചു. ഇതിലെ ബ്രാക്കറ്റിൽ തന്ന എല്ലാതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദവും ഹവയും ചെയ്ത പാപം എന്ത് എന്ന് ചോദിക്കുന്നതിൽ ഉത്തരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏത് പറഞ്ഞാലും അത് അതിന്റെ ഉത്തരമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനികൾക്ക് എന്താണ് വഴികാട്ടിയായത്? ബ്രാക്കറ്റ്, നക്ഷത്രം, സൂര്യൻ, ആട്ടിടയർ. ഉത്തരം നക്ഷത്രം. ഈ 6 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 6 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷൻ നോക്കാം. നമസ്കാരം. 22ാമത്തെ ക്വസ്റ്റ്യൻ, കുരിശടയാളം ചെറുത്. അപ്പൊ കുരിശടയാളം വരയ്ക്കുക. ഇതിന് 4 മാർക്കാണ്. അപ്പൊ നിങ്ങളത് വരച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.